ബൈ രേണു. ഞാൻ രേണു. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലിപ്സ് നല്ല സ്മൂത്ത് ആൻഡ് ഈവൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ കളർ നന്നായിട്ട് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ, നല്ല ഒരു ഫിനിഷ് കിട്ടത്തുള്ളൂ. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുകാർ അവർ ലിപ്സ് സ്മൂത്ത് ചെയ്യാതെ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്സ് വരികയും പാച്ചി ആയിട്ടിരിക്കുകയും ചെയ്യും. സോ അങ്ങനെയുള്ളവർ പ്രത്യേകം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടുന്നതിന് മുമ്പ് ലിപ്സ് സ്മൂത്ത് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ഒരു ഫിനിഷ് കിട്ടത്തുള്ളൂ. സോ അതിന് 3 സ്റ്റെപ്സ് നമ്മൾ ചെയ്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊന്നെങ്കിൽ വീട്ടിൽ തന്നെ സ്ക്രബ് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അതിലും എളുപ്പം നമ്മുടെ ടൂത്ത് ബ്രഷ്, നമ്മുടെ ലിപ്സ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒരു 15 to 20 സെക്കൻഡ്സ് ജെൻറ്റിലായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ ഇളകിപ്പോക്കുള്ളൂ. സോ അപ്പോൾ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് സോഫ്റ്റ് ആവുകയും സ്മൂത്ത് ആവുകയും ചെയ്യാം. അത് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഞാനൊരു റബ്ബ് ചെയ്യാൻ പോകുന്നു. ഞാൻ എൻ്റെ ലിപ്സ് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ തേക്കുന്നത് എൽഫിൻ്റെ ഒരു ലിപ് ബാമാണ്. കുറച്ചിട്ടാൽ മതി. അപ്പോൾ ലിപ് ബാം കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മാത്രമല്ല ഫൗണ്ടേഷനോ കൺസീലറോ അപ്ലൈ ചെയ്തിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആ ലിക്വിഡ് ലിപ്സ്റ്റിക്സിൻ്റെ കളർ നന്നായിട്ട് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് ഇവിടെയൊക്കെ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിന് ഒരു കറക്റ്റ് ഷേപ്പ് ഡിഫൈൻ ആവില്ല. അപ്പം നല്ലതായിട്ടൊന്ന് അട്രാക്റ്റീവായിട്ട് ഇരിക്കാനും കൂടിയാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇടുന്നത്. വളരെ കുറച്ച് എടുത്തിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷനാണ്. വളരെ കുറച്ച് എടുത്തിട്ട് വിരലുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. ഇപ്പം സ്കിൻ നന്നായിട്ട് ഈവൻ ആയിട്ടുമുണ്ട്, ആ കറുത്ത പാടുകളെല്ലാം ഹൈഡ് ആയിട്ടുമുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ക്വിർക്കിയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് നമ്പർ 20 ഹാർഡ് ടു റെസിസ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യരുത്. വളരെ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യാവൂ, അല്ലെങ്കിൽ പാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആദ്യം തന്നെ നമ്മളിത് ബോർഡർ ലൈൻ ചെയ്യുക ചെയ്യേണ്ടത്. ഇതുപോലെ ടിപ്പ് വെച്ചിട്ട് ബോർഡർ ലൈൻ ചെയ്യുക. നമ്മൾ ലിപ്സ് ഇങ്ങനെ ഒന്ന് മടക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മൈലി ഫേസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് ലൈൻ ചെയ്യാൻ പറ്റും. ആദ്യം ഇതുപോലെ എക്സ് ഇടുക, എന്നിട്ട് ബോർഡർ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ലിപ്സ് കറക്റ്റായിട്ട് ബോർഡർ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഒട്ടും വെളിയിലോട്ട് പോകാതെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒട്ടും പാച്ചി ആയിട്ടില്ല, നല്ല ഒരു ഈവൻ ഫിനിഷ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടേണ്ടത്. അത്ര വലിയ പാടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ലിപ്സിനെ ഒന്ന് സ്മൂത്ത് ആക്കിയെടുക്കുക, ഒരു ഈവൻ ടോൺ ആക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ കളർ ശരിക്കും പോപ്പ് ഔട്ട് ചെയ്യുള്ളൂ, ആ ഒരു നല്ല ഒരു ഫിനിഷ് കിട്ടുകയുള്ളൂ. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുകാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഇടാറ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്തു പോവുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.